ഉടനടി അവർ പാഞ്ചാലയിലെത്തി. പക്ഷെ ചെറിയ ഒരു പ്രശ്നമുണ്ടായിരുന്നു. അവിടുത്തെ രാജാവിനെ കാണുവാനില്ല. ഏതോ ഒരു യുവരാജാവ് അയാളെ വിദഗ്ധനായി തട്ടിക്കൊണ്ടുപോയിരിക്കുന്നു. ദ്രോണാചാര്യരുടെ പ്രിയപുത്രൻ തന്നെ അയാൾക്കുള്ള ഗുരുദക്ഷിണ കൊടുത്തു. അർജുനൻ. ശേഷം അർജുനൻ ആ കാര്യം ദ്രോണാചാര്യരോട് ചോദിച്ചു. എന്തിനാണ് ഗുരുവേ ഇങ്ങനെയൊരു കാര്യം ശിഷ്യരെ കൊണ്ട് ചെയ്യിപ്പിച്ചത്? അർജുന, നീ ന്യായമായ ഒരു ചോദ്യമാണ് ചോദിച്ചത്. എൻ്റെ ഏറ്റവും അർപ്പണബോധമുള്ള ശിഷ്യൻ എന്ന നിലയിൽ സത്യമറിയാൻ നീ അർഹനാണ്. ഞാനും ദ്രുപദനും ഒരിക്കൽ സുഹൃത്തുക്കളായിരുന്നു. ഒരുമിച്ച് പഠിച്ചു. ഒരേ ഗുരുകുലം, ഒരേ ചിന്താഗതി, ഒരേ സ്വപ്നങ്ങൾ. താൻ രാജാവായാൽ തൻ്റെ രാജ്യം എൻ്റേതും കൂടിയായിരിക്കുമെന്ന് പലപ്പോഴായി ദ്രുപദൻ എനിക്ക് വാഗ്ദാനം നൽകിയിരുന്നു. എൻ്റെ സിംഹാസനം നിങ്ങളുടേതായിരിക്കും ദ്രോണ എന്ന വാക്ക് ഇപ്പോഴും എൻ്റെ ചെവിയിൽ മുഴങ്ങുന്നുണ്ട്. കാലങ്ങൾ മുൻപോട്ട് പോയി. ഞങ്ങളുടെ സ്വപ്നം ഒന്നായിരുന്നെങ്കിലും വിധി ഞങ്ങൾക്കായി വ്യത്യസ്ത പദ്ധതിയായിരുന്നു ഒരുക്കിയത്.